ജിമ്മി, യു ഡി എഫിൻ്റെ കൃത്യമായി കണക്കൊപ്പിച്ചുള്ള വിശകലനം അത് വളരെ കൃത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പോത്തുകല്ലിലടക്കം അവർ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിച്ചപ്പോൾ നമ്മൾ പോലും കരുതിയില്ല. ഒരുപക്ഷെ പോത്തുകല്ലിൽ ഒരു കൂടുതലാണ്. അമരമ്പലത്ത് യു ഡി എഫ് മുന്നേറ്റം നടത്തും. നിലമ്പൂരിൽ 2500-നും അപ്പുറം വോട്ടുകൾ യു ഡി എഫ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കത് വിശ്വസിക്കാനുള്ള ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ യു ഡി എഫ് പറഞ്ഞത് കൃത്യമായിരുന്നു, പിഴച്ചില്ല. 2026 സൂചനയാണോ? ഈ കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ പരാജയം ആധികാരികമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതുപോലെ യു ഡി എഫിൻ്റെ വിജയം ആധികാരികമാണോ എന്നുള്ള ചോദ്യം തുടങ്ങണം നിലമ്പൂരിലേത്. കാരണം 79,000 വോട്ട് കഴിഞ്ഞ തവണ പിടിച്ച യു ഡി എഫ് ഒരു 800 വോട്ട് കുറച്ചാണ് ഇത്തവണ പിടിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ ഭാഗത്താണെങ്കിൽ 16,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അൻവർ ആണെങ്കിൽ ഏതാണ്ട് 20,000 വോട്ട് പിടിച്ചിരിക്കുന്നു. പ്രശ്നം, അപ്പോൾ യു ഡി എഫിന് ഇത്രയും വോട്ടില്ലല്ലോ. അപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലുള്ള വോട്ട് കുറച്ച് ഒരു 800 വോട്ട് പോവുകയും ചെയ്തു. യു ഡി എഫ് ആണെങ്കിൽ പ്രധാനമായി അവകാശപ്പെടുന്നത് ഇതൊരു ഭരണവിരുദ്ധ വികാരമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അവിടെ പോയി ഇത് മുഴുവൻ അൻവർ കൊണ്ടുപോയോ? ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ചുറ്റിത്തിരിയുന്നത്. എനിക്കതിനകത്തുള്ള ഉത്തരം, ഇത് ഒരു യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നില്ല. ബി ജെ പിയെ മാറ്റി നിർത്തുന്നത് ബി ജെ പിക്ക് കാര്യമായി വോട്ട് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു ലോക്കൽ മാടമ്പിയുടെ ഒരു പ്രദേശത്തെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മനുഷ്യൻ്റെ ഇൻ്റർവെൻഷനാണ്. അയാളാണ് 20,000 വോട്ട് കൊണ്ടുപോയത്. അൻവർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ 20,000 വോട്ടിനടുത്തുള്ള 19,000 ചെല്ലുവാനും വോട്ട് ഇതെവിടെ പോകുമായിരുന്നു? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് 2026 പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഗതി നിയന്ത്രിക്കാൻ പോകുന്നത്. ഞാൻ കരുതുന്നത് PV അൻവർ ഈ ഇലക്ഷനിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഈ വോട്ട് യു ഡി എഫിൻ്റെ അടുത്തേക്ക് തന്നെ വരുമായിരുന്നു. അൻവറിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. 2016-ലും 2021-ലും PV അൻവറിൻ്റെ ഘടകം കൊണ്ട് തന്നെയാണ് ഈ LDF ജയിച്ചത്. പക്ഷേ ഇത്തവണ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഈ സർക്കാരിനെതിരെയുള്ള പുലഭ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് PV അൻവർ ഇലക്ഷനിലേക്ക് വരുന്നത്. ഇലക്ഷൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത് പിണറായിക്കെതിരായ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ്. UDF അത് ഏറ്റുപിടിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ PV അൻവറിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇളക്കാവുന്ന പരമാവധി വോട്ടുകളെ അദ്ദേഹം ഇടതുമുന്നണിയിൽ നിറക്കി. കുറേ വോട്ടുകൾ UDFിൻ്റെ ഭാഗത്തു നിന്നും ഇളക്കി. അപ്പോൾ ഒരു 800 വോട്ട് അൻവറിന് UDFിന് കുറഞ്ഞതുകൊണ്ട് ആ 800, അതുപോലെ തന്നെ PV അൻവർ പിടിച്ച ബാക്കിയുള്ള 18,000 അത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് 2+2 4 എന്ന രീതിയിലൊരു കണക്കിന് യാതൊരു പ്രസക്തിയുമില്ല. UDFും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അൻവർ സ്വന്തം നിലയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. അത് നമ്മളിന്ന് രാവിലെ കണ്ടതാണ്. വഴിക്കട എണ്ണുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ വോട്ടടക്കം അൻവർ പിടിച്ചു. അതുകൊണ്ട് അൻവർ പിടിച്ചതെല്ലാം ഭരണവിരുദ്ധ വികാര വോട്ട് എന്നുള്ളതല്ല. അൻവറിൻ്റേതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് അൻവർ പിടിച്ച വോട്ടുകളാണ്. പക്ഷേ ആകെ മൊത്തം നോക്കിയാൽ LDFിനെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ വലിയ ഭൂരിപക്ഷത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ ക്യാമ്പയിൻ അടിസ്ഥാനം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരെ വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇതെല്ലാം ചർച്ചയായി. മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത VD സതീശൻ, മുസ്ലിം വർഗീയതയ്ക്കോടെ അത് ചർച്ചയാക്കിയ ഇടതുമുന്നണിയുടെ തന്ത്രം, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടും UDFിന് പ്രതികൂലമായിട്ടും സംഭവിച്ചിട്ടുമുണ്ട്. ഇത്തരം പ്രാദേശിക സാഹചര്യങ്ങൾ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ നിർണ്ണയിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തവണ കൂടി നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അൻവർ ഈ വോട്ട് പിടിക്കുമോ? പിടിക്കില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. കാരണം PV അൻവർ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ വന്നു നിന്ന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു നിന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കുന്ന ഒരു PV അൻവറാണ് 20,000 വോട്ട് പിടിച്ചത്. ആ സാഹചര്യം അവസാനിക്കുകയാണ്. നിലമ്പൂർ ഒഴിച്ചുള്ള ബാക്കി 139 മണ്ഡലങ്ങളിലും PV അൻവർ ഇല്ലതാനും. ഇപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അത് UDFിന് അനുകൂലമായ സർക്കാർ വിരുദ്ധ വികാര വോട്ടായി മാറാനുള്ള സാധ്യതയുടെ സൂചനകളാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പാർട്ടി വോട്ടുകളുടെ കാര്യത്തിൽ കേഡർ വോട്ടുകൾ കൃത്യമല്ലേ, കേഡർ വോട്ടുകൾ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ 69,000, ഇപ്പോൾ M സ്വരാജ് 66,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അന്ന് എത്രയായിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടുകൾ? അന്ന് 1,60,000-ത്തിനടുത്താണ് വോട്ടുകളുടെ മൊത്തം സ്ട്രെങ്ത് ഉള്ളത്. ഇപ്പോൾ അതല്ല. ഇനി കേഡർ വോട്ടുകൾ ഭദ്രമാണെന്ന് ഇരിക്കട്ടെ. ഇനിയിപ്പോൾ കേഡർ വോട്ടുകൾ ഇത്രയുമുണ്ട്, 65,000 LDFിൻ്റെ UDFിൻ്റെ CPMൻ്റെ കേഡർ വോട്ടുകൾ തന്നെ വിചാരിച്ചോളൂ. കേഡർ വോട്ടുകൾ കൊണ്ട് ഏത് പാർട്ടിയാണ് ജയിക്കുക? ഏത് മണ്ഡലത്തിലാണ് ജയിക്കുക? സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കേഡർ വോട്ടുകൾ നമ്മുടെ കയ്യിൽ സുശക്തമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കേരളത്തിൽ എല്ലാ കാലത്തും കേഡറിനപ്പുറത്തുള്ള, അത് LDFിൻ്റെ മാത്രമല്ല കേട്ടോ, UDFിൻ്റെയും കേഡർ വോട്ടുകളുടെ പേരിലല്ല ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക, അതിനപ്പുറമുള്ള വോട്ട് സമാഹരിക്കുന്നതിലാണ്.
അത് സമാഹരിക്കുന്നതിൽ നിലമ്പൂരിൽ അതിദയനീയമായി തോറ്റു. മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് ഇത് UDFിൻ്റെ മൃഗീയ ഭൂരിപക്ഷം തരുന്നൊരു മണ്ഡലമായിരുന്നെങ്കിൽ 2008 ശേഷം 2011 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ചെറിയ UDFിന് എഡ്ജുണ്ടെന്നുള്ളതല്ലാതെ ഏറെക്കുറെ LDFിനും ശക്തി സമാഹരിക്കാവുന്ന ഒരു സ്ഥലമായി മാറിയ മണ്ഡലമാണ്. വടക്കൻ കേരളത്തിൻ്റെ ഒരു നേർചിത്രമായി നിങ്ങൾക്ക് ഈ മണ്ഡലത്തെ കണ്ടാൽ ഇവിടെ ഒരു ഈക്വൽ ശക്തികളായി നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് 3 തവണത്തെ ഇലക്ഷനിൽ 2011 UDF ജയിക്കുന്നു, 2016 21 LDF വരുന്നു. അതിനുശേഷം ശക്തമായ ഒരു കക്ഷി, ഒരു മൂന്നാമൻ ഉണ്ടായിട്ട് കൂടി UDF ജയിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ ഘടകം. അതുകൊണ്ട് ഇത് 2026 സൂചന തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ കേഡർ വോട്ടുകൾ ഏതാണ്ട് സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ LDFിന് സമാധാനിക്കാമെന്നല്ലാതെ പൊതു വോട്ടുകൾ പിടിച്ചു വയ്ക്കാൻ, കയ്യിൽ മുമ്പുണ്ടായിരുന്ന വോട്ടുകൾ പോകാതിരിക്കാനുള്ള LDFിൻ്റെ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടു. ഒരു കാര്യം കൂടെ പറയാം. പക്ഷേ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ 2026 വേണ്ടി മുൻപേ എറിഞ്ഞ ഒരു വടി കൂടിയുണ്ട്. ആ വടി ഓർക്കണം. ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് LDF പറഞ്ഞു തുടങ്ങിയ ക്യാമ്പയിനാണ്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, PV അൻവറിനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ സ്വരാജിനെ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഞങ്ങൾക്കൊരു നയമുണ്ട്, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, അത് പറയുകൂടെയാണ് തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞു. ഇലക്ഷൻ കാലത്ത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള വാദങ്ങൾ ഉന്നയിച്ചു. VD സതീശൻ ഒരു വേള ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു കുഴിയിൽ പോയി വീഴുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷവും അതേ സാധനം ആദ്യം LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. ഒരു വർഗീയ പാർട്ടിയുടെയും ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് ഇന്നും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജ് തൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാധ്യമങ്ങളോടുള്ള സംസാരം അവസാനിപ്പിച്ചത്. പിന്നീട് ഇടതുമുന്നണിയുടെ നേതാവ് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും വർഗീയ വോട്ടുകളാണ് UDFിനെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ നറേറ്റീവ് തുടങ്ങി വയ്ക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ LDF പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം വർഗീയ വോട്ടുകൾ തേടുന്നു UDF എന്നുള്ള ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള മറുമരുന്നായിരിക്കും UDF പറയാൻ ശ്രമിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എന്തായാലും ജമാഅത്തെ ഇസ്ലാമി വർഗീയ കൂട്ടുകെട്ട് മുതലായവ വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. 2026 സൂചന തന്നെയാണ് 2 കാരണങ്ങളാൽ. ഒന്ന്, നിഷ്പക്ഷ വോട്ടുകൾ മുഴുവൻ അടപടലം LDFിൻ്റെ കയ്യിൽ നിന്ന് ഇളകി മാറി. 2, PV അൻവർ ഘടകം ഉണ്ടായിട്ടും UDFിന് ആധികാരികമായ വിജയം നേടാൻ സാധിച്ചു. Meet the editors.